ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. ഇതിൻ്റെ ഫസ്റ്റ് ഓൺ വോയിസിലുള്ള ലോങ് വീഡിയോ ആണേ. ഇന്നൊരു ചെറിയ ഈവനിങ് വ്ളോഗാണ്. ഈവനിങ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം നൈറ്റ് പോലെ തോന്നും, കാരണം നല്ല മഴയാണ്. മഴ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു ആംഗിളിൽ അത്, പക്ഷേ മഴ കാണാൻ പറ്റുന്നില്ല. ഈവനിങ് ആയപ്പോഴാണ് തുണിയെല്ലാം വാഷിംഗ് മെഷീനിൽ നിന്ന് എടുത്ത് വിരിക്കാൻ വന്നത്. തുണി വിരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പണിയിലോട്ട് പോകാം. തുണി നൈറ്റ് വിരിക്കണമെന്നൊന്നുമില്ല. ഞാൻ രാവിലെ കുറച്ച് പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം തുണിയൊക്കെ എടുത്ത് വിരിക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. അതാണ്. എല്ലാവരും എന്ത് ചെയ്യുന്നു? സുഖമായിട്ടിരിക്കുന്നു? എല്ലാവരും നൈറ്റ് കറങ്ങാൻ പോകാറുണ്ടോ? എങ്ങനെയാണ് എല്ലാവരുടെയും? സ്കൂൾ തുറക്കാറായില്ലേ കുഞ്ഞുങ്ങൾക്ക്? ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ നടത്തിയോ? ഇവിടെ സ്കൂൾ തുറക്കാറായി, ഒന്നും വാങ്ങിയില്ല. ഇവിടെ ഇനി അടുത്ത് പ്രീ കെ ജിയിലോട്ടാണ്. ഇപ്പോൾ പ്ലേ സ്കൂളായിരുന്നു, അടുത്ത് പ്രീ കെ ജിയിലോട്ടാണ്. കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിയത്. അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ ഒരിക്കൽ പോയി പെട്ടെന്ന് വാങ്ങിയിട്ട് വരും. അങ്ങനെ കണക്കിനാണ് പോകുന്നത്. തുണി വിരിച്ച് കഴിഞ്ഞിട്ടുള്ള അടുത്ത പണിയാണ് ചിക്കൻ കാല് വെട്ടുക. ചിക്കൻ കാലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് 3 പട്ടിയുണ്ട്. ഒരു ലാബ്, ഒരു മിനിയേച്ചർ പോമറേനിയൻ, ഒരു കാനി കോഴ്സ്. അപ്പോൾ 3നും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കടയിൽ നിന്ന് ചിക്കൻ കാല് കിട്ടും. ചിക്കൻ കാലും കിട്ടും, നേരത്തെ ചത്തു വരുന്ന കോഴിയുടെ ചിക്കനും കിട്ടും. ഇത് ചിക്കൻ കാലാണ്. ഇങ്ങനെ നമുക്ക് വെട്ടി മുറിക്കാതെ പച്ചയ്ക്ക് ഇട്ട് കൊടുക്കുന്നവരുണ്ട്. എൻ്റെ ഹസ്ബൻഡ് പറയും എനിക്ക് ഇഷ്ടമുള്ള പോലെ വെട്ടി മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇട്ട് കൊടുത്തോളാൻ പറയും. പക്ഷേ ഞാനായിട്ടത് വെട്ടിയെടുക്കുന്നതാണ്. നഖമെല്ലാം വെട്ടി വൃത്തിയാക്കി വേവിച്ച് കൊടുത്താലേ ഒരു സമാധാനമുള്ളൂ. അപ്പോൾ അതിന് എന്തെങ്കിലും അസുഖം വന്നാൽ നമുക്ക് കൂടെ അതിൽ എഫക്റ്റ് ചെയ്യും. കുഞ്ഞൊക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് മാക്സിമം അതിനൊന്നും ഒരു അസുഖം വരാതെ നോക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. ഇന്ന് ഒരുപാട് ചിക്കൻ കാലുണ്ട്. ഞാൻ മാക്സിമം പകുതി ഒരു ദിവസം കുറച്ച്, അടുത്ത ദിവസം കുറച്ച്. എന്നും ഇപ്പോൾ വീഡിയോയിൽ ഇടാൻ പറ്റില്ലല്ലോ. ഞാൻ എന്നും ചിക്കൻ കാല് കട്ട് ചെയ്യാറുണ്ട്, പക്ഷേ എന്നും വീഡിയോ ഇടാറില്ലെന്നേ ഉള്ളൂ. ഇതിനിടയിൽ മോൾ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. അവളുടെ അടുത്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹസ്ബൻഡ് അവൾക്ക് ഇച്ചിരി ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അത് വെച്ച് കഴിച്ച് നടക്കുകയാണ്. ക്യാമറയിൽ കാണിക്കാൻ വന്നതാണ് ഐസ്ക്രീം. ചിക്കൻ കാലൊക്കെ കഴുകിയെടുക്കണം. ഇത് നന്നായിട്ട് ചിക്കൻ കാല് ഞാൻ കഴുകിയെടുത്ത് കുറച്ച് റൈസ് കൂടെ ചേർക്കും. റൈസ് ചേർത്തില്ലെങ്കിൽ പട്ടിയൊക്കെ തികയില്ല. അപ്പം റൈസും ചേർത്ത് ചിക്കൻ കാലും അതിനകത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിക്കുന്നത്. മഞ്ഞൾപ്പൊടി മാത്രമേ ഇടൂ, വേറെ ഒരു സ്പൈസസോ സോൾട്ടോ ആഡ് ചെയ്യില്ല. ഇതവിടെ ഇരുന്നോട്ടെ. അത് നമുക്ക് കുക്കറിൽ അടച്ച് വയ്ക്കാം. ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ടൊരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. മാംഗോ പാൻ കേക്ക്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ്. ആദ്യം കുറച്ച് ഗോതമ്പ് പൊടി, ഞാൻ ഇച്ചിരി ഗോതമ്പ് പൊടി എടുക്കുന്നുള്ളൂ. കാരണം ഞങ്ങളിവിടെ ആരും നൈറ്റ് അങ്ങനെ ഫുഡ് കഴിക്കാറില്ല. അത് കുഞ്ഞിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി മാത്രം ഇച്ചിരി. നിങ്ങളെല്ലാവരും കഴിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച്. അത് കഴിഞ്ഞ് ഒരു മുട്ട തന്നെ കൂടുതലാണ്, കാരണം ഇച്ചിരി ഗോതമ്പ് പൊടിയല്ലേ ഉള്ളൂ. എന്നാലും ഒരു മുട്ട എടുക്കുന്നുണ്ട്. ബാക്കി മുട്ട നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒന്ന് പൊട്ടിച്ചാൽ മുഴുവനായിട്ട് എടുക്കാം. പിന്നെ നട്ട്സോ എന്ത് വേണേൽ ആഡ് ചെയ്യാം. ഞാനതൊന്നും ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല. പിന്നെ മധുരത്തിന് വേണമെങ്കിൽ ഡേറ്റ്സ് ആഡ് ചെയ്യാം. പിന്നെ ഞാനിവിടെ കോക്കനട്ട് ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്ത് മാംഗോ, നിങ്ങളുടെ കയ്യിൽ ഏത് മാംഗോ ഉണ്ടെങ്കിലും അതെടുക്കാം. ഞാനിവിടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെങ്കവരിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ലോക്കലൊരു മാംഗോ ആണ്. അത് നമ്മളതെടുത്തു. കാരണം ഇവിടെ അതിൻ്റെ ഒരുപാട് വാങ്ങി വെച്ചിട്ടുണ്ട്. ഒരു 25 കിലോ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് പഴുക്കും തോറും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാനിന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് ഇതുണ്ടാക്കാം. അങ്ങനെ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. പേസ്റ്റായിട്ട് അരയ്ക്കേണ്ടവർക്ക് പേസ്റ്റായിട്ട് അരയ്ക്കാം. ഇച്ചിരി കടിക്കാൻ മാംഗോ വേണമെന്നുള്ളവർക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എനിക്കിതിൽ വെള്ളം ആഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എല്ലാത്തിലും അങ്ങനെ ആവില്ല. മാവ് കൂടുതലുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്യേണ്ടി വരും. അതിനിടയിൽ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. പഴുത്ത മാങ്ങയൊക്കെ നോക്കിയായിരുന്നു. പഴുത്ത മാങ്ങ എടുത്ത് മാറ്റിയൊക്കെ വെച്ചു. അത് കഴിഞ്ഞൊരു പാൻ എടുത്ത് അടുപ്പിൽ വെക്കണം. ഈ പാനാണെങ്കിൽ കാസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോഴത്തെ പോലെയല്ല, 75 വർഷം മുമ്പുള്ള പാനാണ്. ഇവിടുത്തെ ഹസ്ബൻഡിൻ്റെ അമ്മാമ്മ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പാനാണിത്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ബാറ്റർ കോരി ഒഴിച്ചിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ പാൻ കേക്ക് റെഡിയായി കിട്ടും. അതിനൊന്ന് ഹണി ഒഴിച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ സ്വീറ്റ്നെസ് വേണമെങ്കിൽ ഒഴിക്കാം, ഇല്ലെങ്കിൽ വേണ്ട. കുഞ്ഞിന് കൊടുക്കുന്നതാണെങ്കിൽ ഇച്ചിരി ഇവിടെ ഹണി ഒഴിച്ചിട്ടുണ്ട്, കുഞ്ഞ് കഴിക്കട്ടെ എന്ന്.
എന്തായാലും പാൻ കേക്ക് ഫ്ലോപ്പായില്ല, സക്സസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അവൾ മുഴുവൻ കഴിച്ച് തീർത്തിട്ടുണ്ട്. ഇതവൾ സ്വന്തമായിട്ട് വരച്ചതെന്നാണ് പറയുന്നത്. ഞാൻ സ്വന്തമായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയണം. അത് കഴിഞ്ഞ് നമുക്ക് പുറത്തൊന്ന് പോകണം. പുറത്തെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലോട്ടാണ് പോണത്. പോകാൻ വേണ്ടി ഞാൻ ഡോറെല്ലാം പൂട്ടി ഇറങ്ങി. നല്ല മഴയുണ്ട്, പുറത്ത് നല്ല മഴയാണ്. അങ്ങനെ ഗേറ്റൊക്കെ പൂട്ടി ഞങ്ങൾ ഇറങ്ങി. വീട്ടിൽ വിചാരിച്ചില്ല ഞങ്ങളിന്ന് പോകുമെന്ന്. ഒരു സർപ്രൈസ് വിസിറ്റാണ്, പക്ഷേ അവർക്ക് അങ്ങനെ എക്സ്പ്രഷനൊന്നും കാണില്ല സർപ്രൈസ് ആണെങ്കിൽ. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയാണത്. എൻ്റെ വീടും ഹസ്ബൻഡിൻ്റെ വീടും തമ്മിൽ ഒരു 5 കിലോമീറ്റേഴ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. എൻ്റെ വീട് കേരളം, ഹസ്ബൻഡിൻ്റെ വീട് തമിഴ്നാട്. പക്ഷേ നമ്മൾ അടുത്തടുത്താണ് വീട്. എൻ്റെ വീട് കേരളമാണ്. അതേ എൻ്റെ വീടെത്തി. ഗേറ്റ് തുറന്നിട്ടിട്ടുണ്ട്. ഇതാണ് എൻ്റെ പപ്പ വാവയെ കണ്ടിട്ട് സന്തോഷത്തിൽ ഭയങ്കര സ്നേഹപ്രകടനമൊക്കെ. വാവേൻ്റെ എന്നിട്ട് എന്തൊക്കെ കൊണ്ടുവരാൻ നോക്കിയാണ്. ഞാൻ ഇവർക്ക് കൊണ്ടുവരാൻ വേണ്ടി മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. വാവേനെ ഇവിടെ എല്ലാവരും ക്യാമറ കാണാതിരിക്കാൻ വെച്ച് നടക്കുകയാണ്. പപ്പ വീഡിയോസും എല്ലാം കാണിച്ചു കൊടുക്കും. ഫുൾ ടൈം പപ്പ ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞു കൊടുക്കും. ഇത്ര ദിവസം കാണാത്തതിൻ്റെ സന്തോഷ പ്രകടനങ്ങളാണ് എല്ലാം. ഇവർക്ക് ആർക്കും വീഡിയോ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഒളിച്ചൊളിച്ച് നടക്കും. ആവശ്യക്ക് അവിടെ പോയപ്പോൾ ഭയങ്കര സന്തോഷമായി. അവിടെ ഒരു പൂച്ചയുണ്ട്, പൂച്ചയുടെ അവിടെ കളിക്കും. അതിന് ഇതുപോലത്തെ സ്നാക്സൊക്കെ എടുക്കും. അവൾ ഒരെണ്ണം കഴിക്കും, പൂച്ചയ്ക്ക് 2 ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് അവളുടെ കളി. അവൾ ഒരെണ്ണം കൊടുത്ത് അത് പൂച്ചയ്ക്ക് ഇട്ട് കൊടുത്ത്. അതിനിടയിൽ അവിടെ വഴക്ക് നടക്കും. സ്വന്തം വീട്ടിൽ പോയി എല്ലാവരും ഫുഡ് നോക്കൂല, എന്താണെന്ന് അവിടുത്തെ കറി എന്നൊക്കെ. അങ്ങനെ നോക്കിയപ്പോൾ ഒന്നുമില്ല, എല്ലാം തീർന്നു. എന്നാലും എനിക്ക് ചോറും മീനും അച്ചാറും വെച്ച് അമ്മ തന്നു. പിന്നെയും പപ്പ വന്ന് റീൽസൊക്കെ കാണിച്ചു കൊടുത്തു തുടങ്ങി. റീൽസല്ല, ഫോട്ടോസ്. അവളുടെ ഫോട്ടോസാണ് ഫോൺ ഫുള്ള്. ഞാനിനി അവൾക്ക് കുറച്ച് ചോറ് വാരി കൊടുത്തു. അതൊന്നും അത്ര കഴിക്കൂല. നല്ല ടേസ്റ്റായിരുന്നു ചോറും. മീനൊന്നും ഇല്ലായിരുന്നു. മീൻ കറിയും ചോറും ഇച്ചിരി അച്ചാറും. എന്നാലും നമ്മൾ സ്വന്തം വീട്ടിൽ പോയിട്ട് കഴിക്കണമല്ലോ, അതൊരു ചടങ്ങ് പോലെയാണല്ലോ. കഴിക്കും. കഴിച്ച് പകുതിയായപ്പോൾ അമ്മയാണെങ്കിൽ ചായ ഇട്ടുകൊണ്ട് വന്നു. എന്തായാലും ചോറും ചായയും നല്ല കോമ്പിനേഷനാണ്. ചോറ് കഴിച്ചപ്പോഴേക്കും ചായ കിട്ടി. ഇതെൻ്റെ ബ്രദറാണ്. അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ അമ്മ അവിടെ മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ട് പിന്നെ അമ്മ അത് അകത്ത് വന്ന് എല്ലാവരും കൂടെ അതായിരുന്നു മാങ്ങ കഴിക്കുന്നു. ഇതവരറിയാതെ ഞാൻ എടുത്ത വീഡിയോ ആണ്. ഈ വീഡിയോ ഫോണിൽ കാണുമ്പോഴേ അറിയും. അവളെന്നാലും ഒന്ന് സൂക്ഷിച്ച് നോക്കും, വീഡിയോ എടുക്കുന്നുണ്ടോ ഇല്ലേ, മാങ്ങ ഇവിടെ വെച്ച് കഴിക്കണോ വേണ്ടേ എന്നൊക്കെ. വീഡിയോ എടുക്കുന്നത് കണ്ടു ഓടി അകത്ത് പോയി. ഒരു പ്രൈവസി ഇല്ലാന്ന് ഭയങ്കര പറച്ചിൽ. പിന്നെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പറഞ്ഞ് വീട്ടിലോട്ട് പോന്നു. ബൈ ഓൾ.